ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ റിഫ്ലക്ഷൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വാക്കല്ല, എന്നാൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വ്യക്തിജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു വാക്കാണ് ടീം വർക്ക്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞതുപോലെ ഗ്രേറ്റ് തിങ്സ് ഇൻ ബിസിനസ് ആർ നെവർ ഡൺ ബൈ വൺ പേഴ്സൺ, ദേ ആർ ഡൺ ബൈ എ ടീം ഓഫ് പീപ്പിൾ. ഈ പറഞ്ഞത് ശരിയാണ്. ഒരു ടീം വർക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർ, അവർ പോസ്റ്റ് പൊക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പൊക്കണത് ഒരു 7 പേര് അല്ലെങ്കിൽ 8 പേരൊക്കെ ഉണ്ടാവും. ആ 8 പേര് ആ പോസ്റ്റ് പൊക്കുമ്പോൾ അവർ കൂട്ടത്തോടെ ആ പോസ്റ്റ് പൊക്കണു, എടുക്കണു, ചുമലിൽ വെക്കണു, എന്നിട്ട് പറയുന്നു, ഓരോ പാട്ട് പാടുന്നു, അവരുടെ വർക്ക് ലഘൂകരിച്ച് ആ പോസ്റ്റ് എവിടെയാണോ കുഴിച്ചിടേണ്ടത് അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾ പൊക്കുന്ന സ്ഥാനത്ത് ഒരു 7 പേര് കൂടി ആ പോസ്റ്റ് ഒരു ഈർക്കലെടുത്ത് പൊക്കുന്നത് പോലെയാണ് പൊക്കണത്. അപ്പോൾ ടീം വർക്കിൻ്റെ ആ ഒരു ബെനഫിറ്റാണ് നമ്മൾ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് കൂടി, അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണ കാര്യങ്ങൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ആ ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇൻ്റലിജൻസ്, നമ്മുടെയൊക്കെ വ്യക്തിത്വം ആ ഒരു കാര്യത്തിൽ നമ്മൾ പുട്ട് ചെയ്യും, ആ ഒരു കാര്യത്തിൽ നമ്മൾ അതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. കാരണം എല്ലാവരുടെയും ഒരു കോപ്പറേഷനോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ആ പോസ്റ്റ് നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ സാധിക്കില്ല. അതേസമയം ഒരു 7 പേര് അല്ലെങ്കിൽ 8 പേർ ഒന്നിച്ചത് പൊക്കുമ്പോൾ ആ ഒരു ജോലി ഭാരം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൃത്യസമയത്തിനുള്ള പോസ്റ്റ് എവിടെയാണോ കുഴിച്ചിടേണ്ടത് അവിടെ കുഴിച്ചിടാനും സാധിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളിപ്പോൾ എല്ലാവരും അണുകുടുംബങ്ങളാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ അതിനും കുറച്ചും കൂടെ വർഷങ്ങൾക്ക് മുന്നേ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് വേണം? അച്ഛനോടും അമ്മേനോടും പറയാം, അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ ഒരു അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ വീട്ടിലുണ്ടാവും, അവരോടേ പറയാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ചൊരു കൂട്ടുകുടുംബം ആയിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും അവിടെ പരിഹരിക്കാനുള്ള, അതായത് നമ്മുടെ സ്ട്രെസ്സ് കുറയാണ്. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് എന്ന് പറയുന്നത് വളരെയധികം കുറയും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമ്മളെല്ലാം SSLC, +2 അങ്ങനെ ഒരുപാട് വിവിധ പരീക്ഷകൾ കടന്നാണ് ഈ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ, എങ്ങനെയായിരിക്കും, ഏതൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു 5 പേര് അല്ലെങ്കിൽ ഒരു 3 പേരുടെയൊക്കെ ഗ്രൂപ്പായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തും. കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ എന്താണ്, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ടീം വർക്ക് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ടീമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. നമ്മൾ ഏതൊക്കെ ഭാഗം കവർ ചെയ്തു, എങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൂടുകയാണ്. അപ്പോൾ ടീം വർക്ക് എന്ന് പറയണത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. ഇൻഡിവിജ്വൽ വർക്ക് മോശമാണെന്ന് ആരും പറയുന്നില്ല. ഇൻഡിവിജ്വൽസ് കൂടിയിട്ട് തന്നെയാണ് ഒരു ടീം ഉണ്ടാവണത്. അപ്പോൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീം സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ടും ടീം വർക്ക് എന്ന് പറയണത് നല്ലതാണ്. നമ്മുടെ ഈ ജീവിതത്തിലുടനീളം നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി. കാരണം നമ്മളെപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിത്വം വികസിപ്പിക്കാൻ ടീം വർക്ക് എപ്പോഴും സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ പെരുമാറുന്ന രീതിയാണ് നമ്മൾ പുറത്തു പോയാൽ അല്ലെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ ഇടപഴകും എന്ന് തീരുമാനിക്കണത്. അപ്പോൾ ടീം വർക്ക് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടേതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതൊക്കെ നമ്മളൊരു ടീമിൽ അതൊക്കെ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ, ടീം വർക്ക് ഡിവൈഡ്സ് എ ടാസ്ക് ആൻഡ് ഡബിൾ ദ സക്സസ്. അത് ശരിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടാസ്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ടാസ്ക് ഓരോരുത്തർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് വലുത് തന്നെയായിരിക്കും. അപ്പോൾ ജീവിതത്തിലുടനീളം ടീം വർക്കിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്സ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതെല്ലാം ഒരു ടീമോട് കൂടി ചേർന്ന് സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം ആ ടീം വർക്കോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻസ് എന്ന ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ടീം വർക്ക് എന്ന കോൺസെപ്റ്റാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അതൊന്നുമല്ല, അതിലധികം കുറേയധികം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കാൻ, പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് മോശമല്ല, ആ പരാജയം
എന്താ പറയുക, വിജയത്തിൻ്റെ മുന്നോടിയാണെന്നാണ് പറയുക. അപ്പോൾ ആ പരാജയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ടീം വർക്കും അതേപോലെ ഇൻഡിവിജ്വാലിറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എന്നറിയാം. അപ്പോൾ ബ്രേക്ക് ദ ചെയിൻ അതൊന്നും മറക്കണ്ട, മാസ്ക് സാനിറ്റൈസർ ഒന്നും മറക്കണ്ട. നമ്മളിപ്പോഴും കൊറോണയിൽ നിന്ന് പോന്നിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് എന്നാണ് നമ്മളിപ്പോൾ ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ നല്ല ദിവസങ്ങൾ വരിക തന്നെ ചെയ്യും. എല്ലാവർക്കും ശുഭദിനം.